പത്തനംതിട്ട കോന്നി അതുമ്പുംകുളം ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടം വ്യാപകമായി കൃഷി നശിപ്പിച്ചു. അതുമ്പുംകുളം ആവോലിക്കുഴി ഭാഗങ്ങളിലാണ് കഴിഞ്ഞ രാത്രിയിലും പുലർച്ചെയുമായി കാട്ടാനക്കൂട്ടം ഇറങ്ങിയത്. വാഴ, കപ്പ, കമുക്, തെങ്ങ് ഉൾപ്പെടെയുള്ള കൃഷികൾ കാട്ടാനക്കൂട്ടം നശിപ്പിച്ചു. വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് ശ്രീരാജ് ബാബു ചേരുന്നു. ശ്രീരാജ്, കാട്ടാനക്കൂട്ടത്തെ ഓടിക്കാനുള്ള ശ്രമങ്ങൾ അവിടെ നടക്കുന്നുണ്ടോ? വിവരങ്ങൾ എന്താണ്? ലക്ഷ്മി, പത്തനംതിട്ട ജില്ലയുടെ മലയോര മേഖലകളിൽ വന്യമൃഗശല്യം രൂക്ഷമാണ്. ഏറെക്കാലമായി ഇത്തരത്തിൽ വന്യമൃഗശല്യമുള്ളതായി പ്രദേശവാസികൾ, മലയോര മേഖലയിൽ ജീവിക്കുന്ന കർഷകർ അടക്കം നിരവധി തവണയായി പരാതി പറയുന്നതാണ്. ഇപ്പോൾ കോന്നി അതുമ്പുംകുളത്താണ് ഇത്തരത്തിൽ ഇന്നലെ രാത്രിയാണ് കാട്ടാനക്കൂട്ടമായി എത്തിയത്. കൃഷി ഉൾപ്പെടെ നശിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. പക്ഷേ ഇത്തരത്തിൽ സ്ഥിരമായി എല്ലാ ദിവസവും രാത്രി കാട്ടാന ഇറങ്ങുന്ന വിവിധ പ്രദേശങ്ങളുണ്ട്. അതിലൊന്നാണ് ഈ കോന്നി കുളത്തുമൺ, കല്ലേരി അടക്കമുള്ള ഭാഗങ്ങൾ. അതുമ്പുംകുളത്തും ഇപ്പോൾ സമാനമായ രീതിയിൽ കാട്ടാന എത്തി കൃഷി നശിപ്പിച്ചിട്ട് തിരികെ കാട് കയറി പോകുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇപ്പോഴും അതുപോലെ തന്നെയാണ്. കാട്ടാന കൃഷി നശിപ്പിക്കുകയും തിരിച്ച് കാട് കയറി പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴും ഉണ്ടായിരിക്കുന്നത്. എന്നാൽ ഇത്തരത്തിൽ കാട്ടാന നാട്ടിലേക്ക് ഇറങ്ങുന്നത് തടയാനുള്ള ഇടപെടലുകളൊന്നും വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്നാണ് പ്രദേശവാസികളുടെ എല്ലാം പരാതി. ഫെൻസിംഗ് അടക്കം സ്ഥാപിക്കണമെന്നും സോളാർ വേലികളും അതുപോലെ തന്നെ കിടങ്ങുകളടക്കം സ്ഥാപിക്കണമെന്നുള്ള പ്രദേശവാസികളുടെ ആവശ്യങ്ങൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പരിഗണിക്കുന്നില്ല, അല്ലെങ്കിൽ അത് മുഖവിലേക്ക് എടുക്കുന്നില്ല എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. പലയിടങ്ങളിലും ഇത്തരത്തിൽ ഫെൻസിങ്ങും സോളാർ വേലികളും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെയും അതെല്ലാം തന്നെ പ്രവർത്തനക്ഷമമല്ല എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ഉള്ളത് പ്രവർത്തനക്ഷമമല്ല, പുതിയത് സ്ഥാപിക്കാനുള്ള ഇടപെടലും വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്നും പറയുന്നു. ഈ മലയോര മേഖലകളിൽ പ്രധാനമായും കൃഷി ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകളാണ് വളരെ കൂടുതലായി ഉള്ളത്. എന്നാൽ ഇത്തരത്തിലുള്ള വന്യമൃഗശല്യങ്ങൾ കാരണം ഇത്തരത്തിൽ കൃഷി ഉപേക്ഷിച്ചു പോകേണ്ട സാഹചര്യമാണ് നിലവിൽ പത്തനംതിട്ട ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിലുള്ളത്. സമാനമായ സാഹചര്യം തന്നെയാണ് കോന്നിയിലുമുള്ളത്. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ കോന്നി അതുമ്പുംകുളത്ത് ഇത്തരത്തിൽ വീണ്ടും കാട്ടാനശല്യം രൂക്ഷമായിരിക്കുന്നത്. നിരവധി കൃഷിയിടങ്ങൾ നശിപ്പിക്കുന്ന ഒരു സാഹചര്യം, അതുപോലെ തന്നെ ആളുകളുടെ സ്വൈര്യജീവിതത്തെ ബാധിക്കുന്ന തരത്തിൽ ഇത്തരത്തിൽ കാട്ടാനശല്യം രൂക്ഷമാകുന്നു. എന്നാൽ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും കൃത്യമായ ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്നാണ് പ്രദേശവാസികളടക്കം പറയുന്നത്. ലക്ഷ്മി, ശ്രീരാജ് ബാബുവാണ് വിവരങ്ങൾ പങ്കുവച്ചത് പത്തനംതിട്ടയിൽ.